Hi, hello, once again welcome back to our channel c&svlog. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും കോഴിക്കോടേക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും വടകര കോഴിക്കോട് അവിടെ തന്നെ എത്തിയേക്കാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് അവിടെ പോയേക്കുന്നതെന്ന്. അപ്പോൾ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ പറയാം. അങ്ങനെ കോളേജിൽ പോയി അഡ്മിഷനൊക്കെ എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് 3:30-ക്കായിരുന്നു. ഞങ്ങൾ കോളേജിൽ നിന്ന് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കോളേജിലത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതുപോലെ ഹോസ്റ്റലൊക്കെ സെറ്റാക്കി. അപ്പോൾ അത്രയും സമയം റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ള ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് വടകര സാൻഡ്ബാങ്ക്സ് ബീച്ച്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒരു ഓട്ടോ ചേട്ടനോട് ചോദിക്കുകയാണ് ചെയ്തത് വടകര ബീച്ച് എവിടെയാണെന്ന്. അപ്പോൾ അയാൾ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ബീച്ചിൽ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ സാൻഡ്ബാങ്ക്സ് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എന്ന് പറയുന്നത് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേറെ എമൗണ്ട് കൊടുക്കണം. അതൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നുമില്ല. ഇതെൻ്റെ ചേട്ടൻ മോനാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്, കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ തൊട്ട് ചേട്ടനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറുക്കുറ എൻ്റെ ബാഗിൽ കിടന്നേച്ചാണ്, ഞാൻ ജസ്റ്റ് വാങ്ങി വെച്ചതാണ് കേട്ടോ. അങ്ങനെ വിശപ്പിൻ്റെ വിളി സഹിക്കാൻ വയ്യാതെ ചേട്ടനത് കഴിക്കുകയാണ്. എന്നോട് വീഡിയോ എടുക്കലേ ഞാനിതൊന്ന് കഴിച്ചോട്ടെ എന്ന് പറയുന്നതാണ് പാവം. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് വന്നിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ സമയമൊക്കെ ഒപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിടുത്തെ എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും സ്ഥലം നല്ല അടിപൊളിയായിരുന്നു, കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ നേരത്തെ ബീച്ചിൻ്റെ ഒരു സൈഡ് കാണിച്ചില്ല, അവിടെ കുറേ പേരിങ്ങനെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചൂണ്ടിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതിരിക്കും ടാറ്റ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.